സാംസങ് ആപ്പിളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. എന്തിനാണ് അവരുടെ ഈ പ്രൈസിങ് എന്ന് പറയാൻ വയ്യ. വളരെ കുറവാണ്. വാല്യൂ ഫോർ മണി ഫോണുകളാണ് എക്സെപ്റ്റ് സാംസങ്. ഓക്കെ ഗൈസ്, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കുറച്ചധികം നല്ല വാല്യൂ ഫോർ മണി ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബഡ്ജറ്റ് റേഞ്ചിലും മിഡ് റേഞ്ചിലും ആയിട്ട്. അതിൽ ബഡ്ജറ്റ് റേഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള ഓപ്പോയുടെ K30 നല്ലൊരു ഫോണാണ്. അതിന്റെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചാനലിൽ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ മെയ് മാസത്തിൽ കുറച്ചധികം അടിപൊളി ഫോണുകൾ വരുന്നുണ്ട്. മിഡ് റേഞ്ചിലും ഫ്ലാഗ്ഷിപ്പിലും ആയിട്ടാണ് കൂടുതലും ഫോണുകൾ ഇറങ്ങുന്നത്. അതിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്നത് റിയൽമിയുടെ GT7 ആൻഡ് 7T. ഈ രണ്ട് ഫോണുകളും ഈ മെയ് മാസത്തിൽ റിലീസ് ആവാൻ നിൽക്കുകയാണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് 6.8 ഇഞ്ച് വരുന്ന AMOLED LTPS പാനലും 1.5K റെസൊല്യൂഷൻ ആൻഡ് 144 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡയമൻസിറ്റിയുടെ 9400 പ്ലസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ്. ഇതൊരു കിടിലൻ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസർ തന്നെയാണ്. കൂടാതെ 12GB RAM 512GB UFS 4 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 50 മെഗാ പിക്സൽ ആൻഡ് 8 മെഗാ പിക്സൽ രണ്ട് ബാക്ക് ക്യാമറയും 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും 7200 mAh ബാറ്ററിയാണ് വരുന്നത്. ഈടായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒട്ടുമിക്ക ഫോണുകളുടെ ബാറ്ററി കപ്പാസിറ്റി ഒരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ആണ് OnePlusന്റെ 13T അഥവാ 13S. 13T ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 13S ആയിട്ടാണ് വരാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു കോമ്പാക്ട് ലെവൽ ഫോണാണ് കേട്ടോ. ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 810 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 6.3 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ 120 ഹെർട്സിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ രണ്ട് റിയർ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കോമ്പാക്ട് ലെവൽ ഫോൺ ആയിട്ട് കൂടി 6260 mAh ബാറ്ററിയാണ് OnePlus ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ അവരുടെ തന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജും കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക കമ്പനികളും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ ലോഞ്ച് വരുന്നത് ഓൾമോസ്റ്റ് മെയ് മാസം അവസാനമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കിലായിരിക്കും ഇതിന്റെ ലോഞ്ച് വരുന്നത്. ഇത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അവിടെയാണ് OnePlus 13T എന്ന പേര്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ 13S ആയിട്ടാണ് വരുന്നത്. ഓൾമോസ്റ്റ് സിമിലർ സ്പെക്കോ ആയിട്ട് തന്നെ ആയിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അടുത്താണ് സാംസങ്ങിന്റെ S25 Edge. ഒരുപാടായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഫോണും ഈ വരുന്ന മെയ് മാസത്തിൽ ലോഞ്ച് ആവാൻ നിൽക്കുകയാണ്. 6.66 ഇഞ്ച് വരുന്ന OLED ഫുൾ HD പ്ലസ് 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ് സാംസങ്ങിന് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 810 ആണ് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 12GB LPDDR5X റാമും 256GB അല്ലെങ്കിൽ 512GB ഇന്റർണൽ സ്റ്റോറേജും ആണ് വരുന്നത്. പക്ഷേ എങ്കിൽ 3900 mAh ബാറ്ററി 25 വാട്ട് ഫാസ്റ്റ് ചാർജ് എന്നൊക്കെ ഇതിന് പറയാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അതൊരു വലിയ പോരായ്മ തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത് എല്ലാ ഫോണുകളും നല്ല ബാറ്ററി കപ്പാസിറ്റി, അതും കോമ്പാക്ട് സൈസിൽ തന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റി കൊടുക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. എന്നിട്ട് കൂടി സാംസങ് കൊടുത്തിരിക്കുന്നത് വളരെ കുറവായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിന്റെ ക്യാമറ സിസ്റ്റം നോക്കുവാണെങ്കിൽ 200+2 മെഗാ പിക്സൽ ആണ് ബാക്ക് ക്യാമറ വരുന്നത്. 10 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഇതിലുണ്ട്. ഇത് ലോഞ്ച് ആവുന്നത് ഓൾമോസ്റ്റ് മെയ് 13th ഈ രണ്ട് ഫോണുകളും കാര്യം താരതമ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 8 വെച്ച് വരുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോണായിരിക്കും OnePlusലെ 13S എന്നാണ് അറിയാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് OnePlus 13R-ന്റെയും OnePlus 13ന്റെയും ഇടയിലായിട്ടായിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അതായത് ഒരു 50,000 ഓൾമോസ്റ്റ് ഇത് ലോഞ്ച് ആകാൻ പോകുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ സാംസങ് ഇതേ ചിപ്സെറ്റ് വെച്ച് വരുന്ന സാംസങ്ങിന്റെ ഈ ഫോൺ ഓൾമോസ്റ്റ് 80,000 അബോവ് പ്രൈസ് വരാൻ സാധ്യതയുണ്ട്. എന്തിനാണ് അവരുടെ ഈ പ്രൈസിങ് എന്ന് മനസ്സിലാകുന്നില്ല. സാംസങ്ങിന്റെ ഈ S25 എഡ്ജിനെക്കാട്ടി വേ ബെറ്റർ ആണ് OnePlusന്റെ വരുന്ന 13S എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അടുത്ത കേസ് പോക്കോയുടെ F7. സ്നാപ്ഡ്രാഗന്റെ 8S Gen 4 ആണ് ഇതിൽ വരുന്ന ചിപ്സെറ്റ്. ഇത് ചിപ്സെറ്റ് ആണ്, പക്ഷേ നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് 8S Gen 4. 6.83 ഇഞ്ച് വരുന്ന OLED LTPS 1.5K റെസൊല്യൂഷൻ വരുന്ന 120 ഹെർട്സ് വരുന്ന ഡിസ്പ്ലേ ആണ് പോക്കോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. 8GB റാമും 256GB ആയിരിക്കും ഇതിന്റെ നോർമൽ വേരിയൻസ്. 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ ആയിരിക്കും ഇതിന്റെ ബാക്ക് ക്യാമറ. 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ നിങ്ങൾക്ക് കൊടുക്കും. പക്ഷെ ഇവിടെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 7550 mAh ബാറ്ററി 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗും ആണ് ഓപ്പോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. വിച്ച് ഇസ് വെരി ഗുഡ്. സാംസങ് ആപ്പിളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഈ 2025 ബാറ്ററിയുടെ ഒക്കെ ടെക്നോളജി ഇത്രയും വലുതായിട്ട് കൂടി അവർ കൊടുക്കുന്ന ഈ ബാറ്ററി കപ്പാസിറ്റി ചാർജിങ് ഉണ്ടല്ലോ, പറയാൻ വയ്യ, വളരെ കുറവാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ പോക്കോ F7 ഓൾമോസ്റ്റ് ലോഞ്ച് ആവുന്നത് മെയ് എൻഡിലായിരുന്നു. അടുത്താണ് ഗൈസ് iQ Neo 10. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മിഡ് റേഞ്ച് നല്ല കിട്ടില്ല പെർഫോമൻസ് തരുന്ന സീരീസ് ആണ് iQയുടെ നിയോ സീരീസ്. അതിന്റെ 10ാമത്തെ വേർഷൻ ഫോൺ റിലീസ് ആകാൻ പോവാണ്. 6.78 ഇഞ്ച് LTP AMOLED 1.5K റെസൊല്യൂഷൻ വരുന്ന 144 ഹെർട്സിന്റെ ഒരു ഡിസ്പ്ലേ ആണ് iQന് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിൽ കൊടുത്തിട്ടുള്ള ചിപ്സെറ്റ് ഡയമൻസിറ്റി 9400 പ്ലസ് ആണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസർ ആണ് കേട്ടോ. നല്ല അടിപൊളി പെർഫോമൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. പിന്നെ 12GB LPDDR5X RAM, 256GB UFS 4.0 സ്റ്റോറേജ്, 6100 mAh ബാറ്ററി, 120 വാട്ട് ഫാസ്റ്റ് ചാർജ്. കേൾക്കുമ്പോ തന്നെ ഒരു ആരല്ലേ.
അതാണ്. പിന്നെ ഇതിന്റെ ക്യാമറ സിസ്റ്റം വരുന്നത് 50+8 മെഗാ പിക്സലിന്റെ 2 ക്യാമറയും 60 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതിന്റെ ലോഞ്ച് ഡേറ്റും വരുന്നത് ഓൾമോസ്റ്റ് മെയ് എൻഡിലേക്കായിരിക്കും. ഇതൊരു അടിപൊളി ഫോൺ തന്നെയായിരിക്കും, പ്രത്യേകിച്ച് ഗെയിമേഴ്സ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള 5 ഫോണുകൾ. നല്ല അടിപൊളി ഫോണുകളാണ്, വാല്യൂ ഫോർ മണി ഫോണുകളാണ്, എക്സെപ്റ്റ് സാംസങ്. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഈ പറഞ്ഞ ഫോണുകളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ